Let's discuss on question number 18. See in question number 18, അപ്പോൾ ഇത് നമുക്കറിയാം നൈട്രോ കോമ്പൗണ്ട് ആണ്. നൈട്രോ കോമ്പൗണ്ടിനെ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസിന് അവർ വിധേയമാക്കുകയാണ്. അങ്ങനെ വിധേയമാക്കി നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വൺ ബൈ വൺ. അപ്പൊ നമ്മൾ ആദ്യം നമ്മളുടെ നൈട്രോ കോമ്പൗണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. സോ വി ഹാവ് NO2 നൈട്രോ കോമ്പൗണ്ട് അല്ലേ. അപ്പൊ ഈ നൈട്രോ കോമ്പൗണ്ടിലേക്ക് നമ്മൾ ആദ്യം ആരെ ആഡ് ചെയ്യുന്ന വെച്ചാൽ അത് ബ്രോമിൻ വാട്ടർ ആകാം, ബ്രോമിൻ അസറ്റിക് ആസിഡ് ആകാം. സോ വി ആർ പെർഫോമിംഗ് ബ്രോമിനേഷൻ. മക്കളെ ഇവിടെ നൈട്രോ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ അതൊരു മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. സോ മെറ്റാ ഡയറക്റ്റിംഗ് നൈട്രോ ഗ്രൂപ്പ് ബ്രോമിനെ എങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു? ഓർത്തോ പൊസിഷനിലേക്കോ പാരാ പൊസിഷനിലേക്കോ അല്ല, പകരം മെറ്റാ പൊസിഷനിലേക്കാണ് അയാൾ ഡൈവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് യു കൻ സീ ദാറ്റ് വി ഹാവ് ഗോട്ട് say nitro NO2 there itself and bromine comes in the meta position. So first കഴിഞ്ഞു. രണ്ടാമത്തത് അത് കഴിഞ്ഞ് നമ്മൾ നടത്തുന്നത് സ്റ്റിഫൻസ് റിഡക്ഷൻ SN/HCl. നമ്മൾ NCERT വായിച്ചിട്ടുണ്ട്. സ്റ്റിഫൻസ് റിഡക്ഷൻ എന്ന് പറയും ടിന്ന് HCl-ഉം, പക്ഷെ പകരം നമ്മൾ FeHCl ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നും ഇവിടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. NCERT നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിഫൻസ് റിഡക്ഷൻ നടത്തുമ്പോൾ NO2 will change into NH2. So we are getting NO2 മാറി we got NH2 and here we have a bromine. നെക്സ്റ്റ് അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡയസോട്ടൈസ് നടത്തുകയാണ് NaNO2/HCl. അപ്പോൾ ഓൺ ഡയസോട്ടൈസേഷൻ you can see that you are getting the compound. നോക്കിക്കോളൂ, നമ്മളുടെ NH2 ഗ്രൂപ്പ് ഇപ്പോൾ എന്തായി മാറുകയാണ്? ഡയസോണിയം സോൾട്ട് ആയി മാറുകയാണ്. N2+Cl- സ്റ്റിൽ ബ്രോമിൻ ഹാസ് നോ ചേഞ്ച്. ബ്രോമിൻ അവിടെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ഫൈനൽ നമ്മൾ ആരെ ആഡ് ചെയ്യുകയാണ്? വി ആർ ആഡിങ് എത്തനോൾ. സോ വി ആർ ആഡിങ് എത്തനോൾ CH3CH2OH. മക്കളെ ഈ എത്തനോള് അസിഡിക് ആണ്. അയാൾ ഇതിൽ നിന്ന് ആര് ഡൊണേറ്റ് ചെയ്യും? H+ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ കോമ്പൗണ്ട് വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ലൈക്ക് ദിസ്. നോക്കൂ, ഇവിടെ H വന്നു ആൻഡ് ഹിയർ ബ്രോമിൻ ആസ് സച്ച്. ദിസ് ഇസ് ബ്രോമോബെൻസീൻ പ്ലസ് വി ഹാവ് CH3CHO, കാരണം അതിൽ നിന്ന് H പോയി ബാക്കിയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമുക്കൊരു H അതിനകത്തുണ്ട്. സോ വിൽ ബി ഗെറ്റിംഗ് HCl. സോ ദിസ് ദ പ്രൊഡക്റ്റ് വാട്ട് വി ഗെറ്റ്. അപ്പൊ ഇങ്ങനൊരു ആൻസർ നമുക്കുള്ളത് ഏതിൽ മാത്രമാണ്? ഓപ്ഷൻ 3 മാത്രമാണ്. സോ ഓപ്ഷൻ 3 is the correct answer for us.